നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ദീപാവലി. അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി മഹാലക്ഷ്മി ദേവി വൈകുണ്ഠം വിട്ട് തൻ്റെ ഭക്തരെ കാണാനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസം. നാളത്തെ ദിവസം നമ്മളുടെ വീട്ടിൽ മഹാലക്ഷ്മി വരുമെന്നാണ് ഹൈന്ദവ പുരാണങ്ങളും സങ്കല്പങ്ങളും പറയുന്നത്. നാളത്തെ ദിവസം മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ വീട്ടിൽ ചെയ്യരുത്. നാളത്തെ ദിവസം അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. കാരണം മഹാലക്ഷ്മി കോപത്തിനിടയാവുന്നതാണ്. യാതൊരു കാരണവശാലും ഈ തെറ്റുകൾ വീട്ടിൽ ചെയ്യരുത്. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട്. അമ്മ വന്ന് അനുഗ്രഹിച്ച് മടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ തെറ്റുകൾ ഒഴിവാക്കുക. എല്ലാവരും ഇത് ചെയ്യുന്നവരുണ്ട് എന്നല്ല, അറിയാതെ ചിലർ ചിലപ്പം ഇത് ചെയ്യുന്നുണ്ടാവും. ഉള്ളവരത് ചെയ്യരുത് കേട്ടോ, അതങ്ങ് ഒഴിവാക്കണം. മഹാലക്ഷ്മി ദേവി വന്ന് നമ്മളെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് മടങ്ങും. സർവം മംഗളമാകുന്നതാണ്. 12 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം. 12 കാര്യങ്ങൾ. ഈ 12 കാര്യങ്ങൾ എന്തെങ്കിലും ഈ പറയുന്ന 12 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ അറിയാതെ വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അത് ഒഴിവാക്കുക. തീർച്ചയായിട്ടും അത് ഒഴിവാക്കുന്ന മുഖാന്തരം ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കും, മഹാലക്ഷ്മി പ്രീതി ഉണ്ടാകും, ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം ദീപാവലി ദിവസം വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല അത് പ്രകാശമുഖരിതമായിരിക്കണം. വടക്ക് കിഴക്കേ മൂല ഇരുട്ടിൽ കിടക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മഹാലക്ഷ്മി വരുന്ന ദിക്കാണ് വടക്ക് കിഴക്ക് ദിക്ക് എന്ന് പറയുന്നത്. വീടിൻ്റെ വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും ചേരുന്ന മൂലഭാഗം ഉണ്ടല്ലോ, അത് ഓരോ വീട്ടിലും ഓരോ രീതിക്കായിരിക്കും. ചിലർക്ക് വഴി വരുന്നിടമായിരിക്കും, ചിലർക്ക് മതിൽ കെട്ടി അടച്ചിരിക്കുന്നിടമായിരിക്കും. ഏതായാലും കുഴപ്പമില്ല. ആ വടക്ക് കിഴക്കേ ഭാഗം ഒരു വിളക്കോ അല്ലെങ്കിൽ ഒരു ലൈറ്റോ എന്തെങ്കിലും ഒന്ന് സന്ധ്യയായി കഴിഞ്ഞാൽ ഇട്ടേക്കണം. ഇരുട്ട് മൂടി കിടക്കരുത് എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഈ ദീപാവലി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഒരു വിളക്ക് കത്തിച്ച് വടക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കുമായിരുന്നു. ഇപ്പം വീട്ടിൽ ദീപാലങ്കാരങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ചിരാത് വിളക്കെങ്കിലും കത്തിച്ച് ആ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കും. അത് ഈശാന കോണാണ്, മഹാലക്ഷ്മി കടന്നു വരുന്ന ദിക്കായിട്ടാണ് സങ്കല്പം എന്ന് പറയുന്നത്. അപ്പം ആ വടക്ക് കിഴക്കേ മൂല ഇരുട്ടണിഞ്ഞ് കിടക്കരുത് നാളത്തെ ദിവസം എന്നുള്ളതാണ്. ഇനി ഒരു വിളക്കും കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ലൈറ്റ് അവിടെ ഇട്ടേക്കുക, ഒരു ബൾബ് അവിടെ ഇട്ടേക്കുക. ആ ഒരു വെളിച്ചം അവിടെ ഉണ്ടായിരിക്കണം. അത് ത്രിസന്ധ്യ ആയാലും രാത്രി ആയാലും എന്നുള്ളതാണ്. അപ്പം നാളത്തെ ദിവസം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ആ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം നിർബന്ധമായിട്ടും നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വാതിലുണ്ടല്ലോ, മെയിൻ ഡോർ എന്ന് പറയുന്നത്, ആ മെയിൻ ഡോറിൽ എന്തെങ്കിലും മാറാലയോ അഴുക്കോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം കേട്ടോ. ഇന്ന് തന്നെ അത് നീക്കം ചെയ്യുക. നാളെ സന്ധ്യയ്ക്കാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുവെന്ന് പറയപ്പെടുന്നത്. ആ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്ന നേരത്ത് ആ വീടിൻ്റെ കട്ടളയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ആ കതവിൻ്റെ പാളികളിലോ ഈ മാറാല ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂദേവി ഇരിക്കുന്നതിന് തുല്യമാണ്. മൂദേവി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ആ വീട്ടിലേക്ക് വരില്ല, ഭഗവതി അങ്ങ് പോകുമെന്നാണ് പറയുന്നത്. മൂദേവി ഇരിക്കുന്നിടത്തോട്ട് മഹാലക്ഷ്മി വരില്ല, മഹാലക്ഷ്മി ഇരിക്കുന്നിടത്ത് മൂദേവിയും വരില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ മൂദേവി, അതായത് ആ മാറാല എന്ന് പറയുന്ന മൂദേവിയാണ്, മൂദേവി സങ്കല്പമാണ്. ആ മാറാല വീടിൻ്റെ പ്രധാന വാതിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക. മാറാല ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമ്മ വരുമ്പം ഒരു മൂദേവിയും ഇല്ലാതെ ഭഗവതിയെ സ്വീകരിക്കാനായി ആ വീട് ഒരുങ്ങിയിരിക്കട്ടെ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പം വീടിൻ്റെ എല്ലാവരും ഇപ്പം തന്നെ വീടിൻ്റെ മെയിൻ ഡോർ, ഫ്രണ്ട് ഡോർ ഒന്ന് പോയി നോക്കുക. എന്തെങ്കിലും ചിലന്തി വലയോ മാറാലയോ ഇരിപ്പുണ്ടെങ്കിൽ അതങ്ങ് തുടച്ച് മാറ്റിയേക്കുക, ഐശ്വര്യമായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം ദീപാലങ്കാരങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ദീപങ്ങളൊക്കെ വെച്ച് ദീപാവലിക്ക് വിളക്ക്, കാർത്തികയ്ക്കൊക്കെ വെക്കുന്ന പോലെ ദീപാലങ്കാരങ്ങൾ ചെയ്യാറുണ്ടല്ലോ. വീട്ടിലും മതിലിൻ്റെ പുറത്തും വീടിൻ്റെ മുൻവശത്തും ഒക്കെ നമ്മൾ അലങ്കരിക്കാറുണ്ടല്ലേ. അത്തരത്തിൽ അലങ്കരിക്കുമ്പം എപ്പോഴും ചിരാത് വിളക്കുകളുടെ എണ്ണം ഒറ്റ സംഖ്യയാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. 3, 5, 7, 9, 11 എന്നിങ്ങനെ ഒറ്റ സംഖ്യയിൽ വേണം ഈ വിളക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഒരിക്കലും 2, 4, 6, 8 എന്നുള്ള രീതിയിൽ പോയി
അവസാനിക്കരുത്. അതുകൊണ്ട് എപ്പോഴും ചിരാത് വെക്കുമ്പം ഒരു എണ്ണ കണക്ക് വെച്ചേക്കണം. ഒറ്റ സംഖ്യയിൽ വെക്കുക. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ഈ ചിരാത് വിളക്ക് വെക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ ഒറ്റ സംഖ്യയിലുള്ളത് മാത്രം ഒരു പാത്രത്തിലിട്ട് വെച്ച് അത് തന്നെ കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഈ ദീപാവലിക്ക് നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഒന്നുകിൽ 3, 5, 7, 9, 11 എന്ന് പറയുന്ന ഒറ്റ സംഖ്യയിൽ വേണം ഈ ദീപങ്ങളുടെ നിര അവസാനിക്കാൻ, അല്ലെങ്കിൽ ദീപങ്ങളുടെ ഈ ഒരു അലങ്കാരം അവസാനിക്കാൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഇരട്ട സംഖ്യയിൽ നിൽക്കരുത്. എല്ലാവരും ശ്രദ്ധിക്കണം ദീപാലങ്കാരങ്ങൾ ചെയ്യുന്നത്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാളത്തെ ദിവസം യാതൊരു കാരണവശാലും തുളസി ചെടി ആർക്കും ദാനമായിട്ട് കൊടുക്കരുത്. ഒരു വീടിൻ്റെ കൺകണ്ട മഹാലക്ഷ്മിയാണ് തുളസി എന്ന് പറയുന്നത്. ചിലപ്പം വീട്ടിൽ തുളസിത്തറയിൽ ഒന്ന് നിൽക്കും, വീടിനെ ചുറ്റി 1000 തുളസി തൈകൾ വളർന്നു നിൽപ്പുണ്ടാവും. പലരും വന്ന് കാണുമ്പോൾ ചോദിക്കാം, എനിക്കൊരു തുളസി തൈ തരൂ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ദീപാവലി ദിവസം തുളസി തൈ വീട്ടിൽ നിൽക്കുന്നത് പിഴുതു മാറ്റാനോ പിഴുതു മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനോ കൊണ്ടു കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല. ദാനമായിട്ടായാലും വിലയ്ക്കായാലും ഒരു രീതിയിലും ദീപാവലി ദിവസം, ഈ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ദിവസം, വീടിൻ്റെ മഹാലക്ഷ്മിയായി വിളങ്ങി നിൽക്കുന്ന, വീടിൻ്റെ മഹാലക്ഷ്മി ചൈതന്യമായി തുടിച്ചു നിൽക്കുന്ന തുളസി തൈ പിഴുതു മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തെറ്റ് ചെയ്യരുത്. ഇപ്പം നാളത്തെ ദിവസം വന്ന് ചോദിച്ചാൽ ഒരു ദിവസം കഴിയട്ടെ, അത് കഴിഞ്ഞ് അടുത്ത ദിവസം വന്ന് എടുത്തോളൂ. ദീപാവലി ദിവസം ഇത് പാടില്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക. ദീപാവലി ദിവസം തുളസി ദാനമായിട്ട് നൽകുന്നതോ പറിച്ചു കൊടുക്കുന്നതോ വീട്ടിൽ നിൽക്കുന്ന തുളസി പറിച്ചു മാറ്റുന്നതോ ദോഷമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തുളസിത്തറയിൽ നിൽക്കുന്ന മാത്രമല്ല, മറ്റിടങ്ങളിൽ ചുറ്റി നിൽക്കുന്നതിനെ കൂടിയാണ് പറയുന്നത്. അപ്പോൾ തുളസി തറയിൽ നിൽപ്പുണ്ട്, അതിനല്ലേ ദോഷം? അങ്ങനല്ല. തുളസി വീട്ടിൽ ഏത് മുറ്റത്ത് എവിടെ നിന്നാലും ഇത് ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തേത് എന്ന് പറയുന്നത് ചിരാത് വിളക്ക് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളെല്ലാവരും വീട്ടിൽ ചിരാത് വിളക്ക് ദീപാവലിക്ക് കത്തിക്കും, അലങ്കാര ദീപങ്ങൾ കത്തിക്കും. ആ അലങ്കാര ദീപങ്ങൾ ചില ഇടങ്ങളിൽ വെക്കാൻ പാടില്ല എന്നുണ്ട്. ചില ഇടങ്ങളിൽ അലങ്കാര ദീപങ്ങൾ വെക്കുന്നത് അതീവ ദോഷകരമാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നോൺ വെജ് പാചകം ചെയ്യുന്ന അടുക്കള. നാളത്തെ ദിവസം ദീപാവലി ദിവസം കഴിയുന്നത് നോൺ വെജ് കുക്ക് ചെയ്യാതിരിക്കുക. ദീപാലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നോൺ വെജ് വെക്കാതിരിക്കുക. നോൺ വെജ് വെക്കുന്ന അടുക്കളയിൽ കൊണ്ടുപോയി ഈ ദീപം വെക്കരുത് കേട്ടോ. അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അഥവാ നിങ്ങൾ നോൺ വെജ് കുക്ക് ചെയ്യുന്ന അടുക്കളയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂർ മുമ്പെങ്കിലും അഴുക്കും കാര്യങ്ങളും അതെല്ലാം അവിടുന്ന് എടുത്ത് മാറ്റി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾ ജലം തളിച്ച് ആ അശുദ്ധി എല്ലാം ഉറപ്പുവരുത്തിയിട്ട് അതിനുശേഷം വേണമെങ്കിൽ വെക്കുക. ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂർ മുമ്പെങ്കിലും, അതായത് രാവിലെ കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു ഉച്ചയോടുകൂടി മഞ്ഞൾ വെള്ളം തളിച്ച് വൃത്തിയാക്കുക. ഈ ദീപാവലി ദീപം തെളിയിക്കുന്നതിന് ഒരു 6 മണിക്കൂർ മുമ്പെങ്കിലും മഞ്ഞൾ ജലം തളിച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം ദീപങ്ങൾ വെക്കാവുള്ളൂ എന്നുള്ളതാണ്. തെറ്റുപറ്റി പോവരുത്. ഒരുപാട് ആളുകൾ നോൺ വെജ് കുക്ക് ചെയ്തിട്ട് അതേ അടുക്കളയിൽ തന്നെ ഈ ദീപാവലിയുടെ ദീപങ്ങളും അലങ്കരിച്ച് വെക്കും. അടുക്കള പുറത്തും അടുക്കളയ്ക്ക് അകത്തും ഒക്കെ കത്തിച്ച് വെക്കുന്ന കണ്ടിട്ടുണ്ട്. ചെയ്യരുത്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കഴിയുന്നതും ദീപാവലി ദിവസം നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക, അത് ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അലക്കുകല്ല്, ശുചിമുറിയുടെ മുൻഭാഗം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ ദീപാവലിയുടെ ദീപം കൊണ്ടുപോയി വെക്കരുത്. അലക്കുകല്ലൊക്കെ വെക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. തെറ്റാണ്, ദോഷമാണ്. അറിഞ്ഞിരുന്നുകൊണ്ട് ആ തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇതാണ് അഞ്ചാമത്തെ കാര്യം. അടുത്തത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം വീട്ടിൽ ചിരാത് വിളക്ക് വെക്കുന്ന സമയത്ത് ചിരാത് വിളക്കിൻ്റെ നാളം ഉണ്ടല്ലോ, അതായത് ദീപത്തിൻ്റെ നാമ്പ് എന്ന് പറയുന്നത്, ദീപം കത്തിയെരിയുന്ന ദിശ എന്ന് പറയുന്നത് ഒന്നുകിൽ കിഴക്കോട്ടായിരിക്കണം അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കണം. യാതൊരു കാരണവശാലും ഈ വിളക്കിൻ്റെ നാമ്പ് തെക്കോട്ട് വരാൻ പാടില്ല. തെക്കോട്ട് ഈ ദീപത്തിൻ്റെ ദിശ തെക്കോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി ദോഷമാണ്. ഇപ്പോൾ വീട്ടിൽ ദീപാലങ്കാരങ്ങൾ ചെയ്യുന്നവർ, വീട്ടിൽ ചിരാത് വിളക്കുകൾ കത്തിക്കുന്നവർ, അതിൻ്റെ നാമ്പ് എപ്പോഴും ഒന്നുകിൽ കിഴക്കോട്ടിരിക്കണം, അല്ലെങ്കിൽ കിഴക്കോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വടക്കോട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും തെക്കോട്ട് വരാൻ പാടില്ല. പടിഞ്ഞാറോട്ട് വരുന്നതും അത്ര ശുഭകരമല്ല എന്നുള്ളതാണ്. പല വീടുകളിലും കണ്ടിട്ടുണ്ട്, വിളക്ക് അലങ്കരിച്ചൊക്കെ ചിരാതെല്ലാം വയ്ക്കും, നാളം ഇരിക്കുന്നത് തെക്കോട്ട് നോക്കിയായിരിക്കും, തെക്കോട്ടായിരിക്കും നാളം നീളുന്നത്. വീടിൻ്റെ ദർശനം ഏത് ദിക്കിലോട്ടും ആയിക്കൊള്ളട്ടെ, പക്ഷേ നാമ്പ് വയ്ക്കുമ്പോൾ ഒന്നീ കിഴക്കോട്ടായിരിക്കണം ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കണം നല്ലത് തന്നെ. അല്ലാതെ തെക്കോട്ട് വരാൻ പാടില്ല, പടിഞ്ഞാറോട്ടും ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇതാണ് ആറാമത്തെ കാര്യം.
ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ചൂലുണ്ടല്ലോ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മഹാലക്ഷ്മി സങ്കല്പത്തിലുള്ള ഒരു വസ്തുവായിട്ടാണ് ഈ ചൂലിനെ കണക്കാക്കുന്നത്. മഹാലക്ഷ്മി ദേവിയോട് ചേർത്ത് പറയുന്ന ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത്. ഈ ചൂല് നാളത്തെ ദിവസം ഉപേക്ഷിക്കാൻ പാടില്ല കേട്ടോ. നാളത്തെ ദിവസം ചൂല് കളയാൻ പാടില്ല. നമ്മൾ ചൂലിരുന്ന് പഴകുന്ന സമയത്ത് പഴയ ചൂലെടുത്ത് കളഞ്ഞിട്ട് അല്ലെ കത്തിച്ച് കളഞ്ഞിട്ട് അല്ലെ വേസ്റ്റിൽ കളഞ്ഞിട്ട് നമ്മൾ പുതിയ ചൂല് കൊണ്ടുവരുമല്ലോ. അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയ ദിവസമല്ല ഈ ദീപാവലി ദിവസം എന്ന് പറയുന്നത്. വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൂല് തന്നെ ഉപയോഗിക്കുക. നാളെ ഒരു ദിവസം കഴിഞ്ഞിട്ട് മറ്റന്നാൾ ദിവസം അത്തരത്തിൽ വാങ്ങുകയോ മാറ്റുകയോ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ യാതൊരു കാരണവശാലും ഈ ദിവസം, ഈ ദീപാവലി ദിവസം ഇരിക്കുന്ന ചൂലെടുത്ത് കളയാനോ കത്തിച്ച് കളയാനോ ഉപേക്ഷിക്കാനോ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചൂലൊക്കെ കളയാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, ചിലർക്ക് അറിയാതെ അബദ്ധം പറ്റും. ദിവാലി ദിവസം എടുത്ത് കത്തിച്ച് കളയോ പഴയതൊക്കെ എടുത്ത് കളയാമെന്ന് കരുതി എടുത്ത് ചൂലൊക്കെ എടുത്ത് ഉപേക്ഷിച്ച് വേറെ ചൂലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അത് ചെയ്യരുത്. ഉപയോഗിക്കുന്ന ചൂല് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചൂല് കളയാനായിട്ട് ദോഷമുള്ള ദിവസമാണ്. ഇതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ആ നിലവിളക്കിൽ നിന്ന് വേണം ചിരാത് വിളക്കുകൾ കത്തിക്കാൻ എന്ന് പറയുന്നത്. ഒരുപാട് വീടുകളിൽ നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ വീടിന് ചുറ്റും ദീപാലങ്കാരങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ചെയ്യരുത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പലരും അത് തെറ്റിച്ചാണ് ചെയ്യുന്നത്. വീടിന് ചുറ്റും ദീപാലങ്കാരങ്ങൾ ചെയ്തിട്ട് ഏറ്റവും അവസാനം വന്നിട്ടാണ് വീട്ടിൽ ഈ നിലവിളക്ക് തെളിയിക്കുന്നത് എന്ന് പറയുന്നത്. അതങ്ങനെയല്ല. നിലവിളക്ക് കത്തിച്ച് ഓം ഗം ഗണപതയെ നമ പറഞ്ഞ് നിലവിളക്കിന് തിരികൊളുത്തി നിലവിളക്ക് ഭദ്രദീപമായി തെളിഞ്ഞ് അവിടെ മഹാലക്ഷ്മി സാന്നിധ്യം ഉറപ്പുവരുത്തി ആ മഹാലക്ഷ്മിയാകുന്ന നാളത്തെയാണ് വീടിന് ചുറ്റും പ്രകാശമായിട്ട് കൊണ്ടുവരേണ്ടത്. പലരും ഇത് തെറ്റിച്ചല്ല പുറത്തു നിന്ന് കത്തിച്ച് മഹാലക്ഷ്മിയെ അകത്തേക്ക് കൊണ്ടുവരികയാണെന്നൊക്കെ പറയാറുണ്ട്. അത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആദ്യം നിലവിളക്ക് 5 തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് മഹാലക്ഷ്മി ഓം ഗം ഗണപതയെ നമ പറഞ്ഞ് വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം നേടി ഓം ശ്രീം മഹാലക്ഷ്മിയെ പറഞ്ഞ് മഹാലക്ഷ്മിയെ അവിടെ കുടിയിരുത്തി മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നാരായണനാമം ചൊല്ലി പറഞ്ഞ് വിളക്ക് കത്തിച്ച് അവിടെ വിളക്ക് തൊഴുത് ആ വിളക്കിൽ നിന്ന് മറ്റു വിളക്കുകൾ കൊടിവിളക്കുകൾ കത്തിച്ച് വേണം ഈ പറയുന്ന ചിരാതുകൾക്ക് ഓരോന്നിനും അഗ്നി പകരാൻ. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ കയറി ദീപാലങ്കാരം ചെയ്ത് കളയും. ശ്രദ്ധിക്കണം. നിലവിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രം ഒരുക്കി വെച്ചോളൂ. നിലവിളക്ക് എപ്പം കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നു ആ മഹാലക്ഷ്മിയെ കുടിയിൽ എടുത്തെടുത്തുനിന്ന് വേണം അഗ്നി പകർന്ന് വീട് മുഴുവൻ ആ പ്രകാശം മഹാലക്ഷ്മി ചൈതന്യം വിളങ്ങാൻ എന്ന് പറയുന്നത്. അമ്പലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നാണ് അഗ്നി പകർന്നു കൊണ്ടുവന്ന് വീട്ടിലെ ചുറ്റമ്പല വിളക്കെല്ലാം കത്തിക്കുന്നത്. അല്ലാതെ ചുറ്റമ്പല വിളക്കിൽ നിന്ന് അഗ്നി പകർന്നല്ല നമ്മളുടെ ശ്രീകോവിലിരിക്കുന്ന ആ ഒരു ക്ഷേത്രസ്ഥാനത്തിരിക്കുന്ന ആ വിളക്കിൽ കത്തിക്കുന്നത് അല്ല. അപ്പം അവിടുത്തെ വിളക്കിൽ നിന്നാണ് ചുറ്റുവിളക്കുകളെല്ലാം കത്തിക്കുക. ആ ഒരു സങ്കല്പം തന്നെയാണ് നമ്മൾ വീട്ടിൽ മഹാലക്ഷ്മിയെ കുടിയിരുത്തി ദീപാവലി വിളക്ക് തെളിയിക്കുമ്പം പാലിക്കേണ്ടതും എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തത് 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ അധ്യായത്തിലും പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും മുഷിഞ്ഞ വസ്ത്രം, കീറിയ വസ്ത്രം ഇതിട്ടുകൊണ്ട് നാളത്തെ ദിവസം വിളക്ക് തൊഴാൻ വരരുത്. ഒരു കാരണവശാലും ചെയ്യരുത്. പറ്റുമെങ്കിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു വസ്ത്രം എടുത്ത് അണിഞ്ഞുകൊണ്ട്, കീറലും മറ്റു കാര്യങ്ങളൊന്നുമില്ല. കീറലെന്നൊക്കെ പറയുന്ന കീറിയ വസ്ത്രം എന്നൊക്കെ പറയുന്ന മൂദേവി വാസസ്ഥാനമാണ്. നമ്മൾ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ പോകുമ്പോൾ മൂദേവിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതുകൊണ്ടാണ് കുളിച്ച് ശുദ്ധിയായി കഴുകി അലക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. പുതുവസ്ത്രം ഇടണമെന്നല്ല, അലക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ശുദ്ധിയുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് അത് കീറലൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നിലവിളക്ക് കത്തിക്കുക. ഇതാണ് 9ാമത്തെ കാര്യം. അറിഞ്ഞിരുന്നുകൊണ്ട് തെറ്റ് ചെയ്യരുത്. വീട് ഒരു കാരണവശാലും അന്ധകാരത്തിൽ കിടക്കരുത്. സന്ധ്യയ്ക്ക് ഒരു ദീപാലങ്കാരം ചെയ്തില്ലെങ്കിലും നിലവിളക്ക് 5 തിരിയിട്ട് കത്തിക്കുക. സർവ്വ ഐശ്വര്യം വരുന്നതായിരിക്കും. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം എല്ലാവരും കിണ്ടിയിൽ വെക്കുന്ന തീർത്ഥജലം സേവിക്കണം കേട്ടോ. അത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് കളയരുത്. മഹാലക്ഷ്മി ദേവിയുടെ നമുക്ക് ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന തീർത്ഥജലമാണ്. ആ ജലം സേവിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നാളെ കിണ്ടിയിൽ ജലം വെക്കുന്ന സമയത്ത് തുളസിക്കതിര് മാത്രം നുള്ളിയിടുക. മറ്റ് പൂക്കളോ കാര്യങ്ങളോ ഒന്നും ഇടരുത്. തുളസിക്കതിര് മാത്രം നുള്ളിയിട്ട് വിളക്കിനോടൊപ്പം കിണ്ടിയിൽ വെക്കുന്ന ജലം, ആ ജലം വീട്ടിലുള്ള എല്ലാവരും, അമ്പലത്തിൽ നിന്ന് നമുക്ക് തീർത്ഥം തരില്ലേ, അതുപോലെ തീർത്ഥമായിട്ട് സേവിക്കണം. ഏറ്റവും ഐശ്വര്യം മഹാലക്ഷ്മിക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. നിലവിളക്ക് കത്തിച്ച് നിലവിളക്കെല്ലാം അണച്ചു കഴിഞ്ഞ് രാത്രി ഒരു 7-8 മണിക്കുള്ളിൽ അത് സേവിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും, ഏറ്റവും ചൈതന്യമുള്ള കാര്യമായിരിക്കും എന്നുള്ളതാണ്. ആരും വിട്ടുകളയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് 11ാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് ശേഷം കഴിയുന്നതും പണം കൊടുക്കൽ വാങ്ങൽ,
പണം കടം കൊടുക്കുന്നത്, പണം ആരെങ്കിലും വന്ന് ചോദിച്ചിട്ട് അവർക്ക് കടമായിട്ട് കൊടുത്ത് തിരിച്ചു വാങ്ങുന്നത്, നമ്മൾ ആരെടുത്തെങ്കിലും കടം ചോദിച്ച് പോകുന്നത്, ഇതെല്ലാം ഒഴിവാക്കണം കേട്ടോ. സന്ധ്യയ്ക്ക് ശേഷം പണം കടം കൊടുക്കുന്നത്, കടം വാങ്ങുന്നത് അതീവ ദോഷകരമാണ്. പ്രത്യേകിച്ചും ത്രിസന്ധ്യ നേരത്ത് ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ളതാണ്. അതേസമയം ദാനമായിട്ട് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുത്തോളൂ, ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങളത് ദാനമായിട്ട് തിരിച്ച് പ്രതീക്ഷിക്കാതെ ദാനമായിട്ട് നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ കടം കൊടുക്കുക, കടം വാങ്ങുക എന്നുള്ള കാര്യം നാളത്തെ ദിവസം മൊത്തത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും സന്ധ്യയ്ക്കും സന്ധ്യ കഴിഞ്ഞുള്ള സമയവും ഒരു കാരണവശാലും ചെയ്യരുത്, ദോഷമായിട്ടുള്ള കാര്യമാണ്, വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇതാണ് 11ാമത്തത്. 12ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം അടുപ്പിൽ അരിയിടുന്ന സമയത്ത് വെറുതെ അങ്ങ് അരിയിട്ട് പോകരുത്, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം. ഭഗവതി ഉണ്ട് കേട്ടോ, ഒരിക്കലും അന്നം മുട്ടത്തില്ല. നാളെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ അല്ലെങ്കിൽ ഓം ശ്രീം ശ്രീയേ നമ, ഈ 2 മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലി അമ്മേ മഹാലക്ഷ്മി കാത്തോളണേ, അമ്മ ഇവിടെ ഉണ്ട്, അമ്മ എല്ലാ അനുഗ്രഹങ്ങളും നൽകണം, ഭഗവതി എന്നും കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വേറെ ഒന്നും പറയണ്ട, അത്രയും പറഞ്ഞുകൊണ്ട് അരിയിടുക. അതിൻ്റെ എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലുള്ള ദിവസമാണ്, അമ്മയോട് നേരിട്ട് ചോദിക്കാൻ കിട്ടുന്ന അവസരമാണ്, അവസരം വിട്ട് കളയരുത്. ഇതാണ് 12ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 12 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഈ 12 കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെല്ലാം. ആരെങ്കിലും അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ അവിടെയോ എവിടെയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നന്നായി വരട്ടെ. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. നന്ദി, നമസ്കാരം.